ഹലോ എവ്രി വൺ, വെൽക്കം ടു എജു പ്ലസ്. നമ്മളിന്ന് നമ്മുടെ സെക്കൻഡ് സെമ്മിലെ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്നുള്ള പേപ്പറിൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന ടോപ്പിക്കായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെൻറ്റ് പ്രാക്ടീസസ് എന്താണെന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞു, കുട്ടികളെ ഒന്ന് വാല്യൂ ചെയ്യുക, ജഡ്ജ് ചെയ്യുക, അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മൊത്തത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മുന്നിൽ പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടികളെ എല്ലാ രീതിയിലും നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് അസസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പം ഞാൻ തന്നെ ഈ ക്ലാസ് എടുക്കുന്നതിനെ നിങ്ങൾ ഈ കാണുന്ന ഓരോരുത്തരും വിലയിരുത്തുന്നത് ഓരോ രീതിയിലായിരിക്കും. ഇപ്പം എൻ്റെ പ്രസൻറ്റേഷൻസ് നന്നോ, ഈ PPT അതിൽ എത്രത്തോളം കണ്ടന്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാവും ചിലർ എന്നെ അസസ് ചെയ്യുക. ചിലർ എൻ്റെ ലാംഗ്വേജ്, എൻ്റെ വേ ഓഫ് പ്രസൻറ്റിങ്, കണ്ടന്റ് എങ്ങനെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു ആ രീതിയിലായിരിക്കും. ചിലപ്പോൾ കാണാൻ കൊള്ളുമെന്നുള്ള രീതിക്കായിരിക്കും അസസ് ചെയ്യുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടായിരിക്കും അസസ് ചെയ്യുന്നതിന്. ഇപ്പം നമ്മൾ സിനിമകൾ അസസ് ചെയ്യുക അങ്ങനെയാണല്ലോ, സിനിമ കണ്ടാൽ വിലയിരുത്തുക അങ്ങനെയാണ് ഓരോരുത്തർക്ക്. ചിലർക്ക് ഭയങ്കര അടി പടം, കുറച്ച് ഡാർക്ക് ഷെയ്ഡിൽ ഉള്ള പടങ്ങളൊക്കെ ആയാലും കുഴപ്പമുണ്ടാവില്ല, അതിൻ്റെ മേക്കിങ്ങിനെ വെച്ചിട്ടായിരിക്കും ചിലർ അതിനെ നന്നുള്ള രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യുക. ചിലവർക്ക് അങ്ങനെയായിരിക്കില്ല, കുറച്ച് സമാധാനത്തിൽ കുറച്ച് തമാശയൊക്കെ ആയിട്ട് അങ്ങനത്തെ പടങ്ങളായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യത്തിനെയും നോക്കിക്കാണുന്ന രീതികൾക്ക് ഓരോ പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കും. എല്ലാറ്റിനും, ആളുകളെ ആയാലും വസ്തുക്കളെ ആയാലും അങ്ങനെ എല്ലാറ്റിനെയും അസസ് ചെയ്യുന്നതിന് ഓരോ പ്രിൻസിപ്പിൾ ഉണ്ടാവും. ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ നമ്മൾ ആസ് എ ടീച്ചർ എങ്ങനെയൊക്കെ അസസ് ചെയ്യണം, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസെന്നും ജനറൽ പ്രിൻസിപ്പിൾസെന്നും രണ്ട് രീതിയിൽ പറയാം. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിൽ പറയണ ഏതൊക്കെ രീതിയിൽ നമുക്ക് കുട്ടികളെ അസസ് ചെയ്യാമെന്നാണ്. ഒന്നാമത്തെ പറയാൻ അതിൽ തന്നെ 5 ഡിവിഷൻസ് ആയിട്ട് പറയുന്നുണ്ട് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിൽ. ഒന്നാമത്തത് നമ്മൾ ഈ അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് അതിൽ പറയണമെന്നുള്ളതാണ്. മെത്തേഡ്സ് ഓഫ് അസസ്മെൻറ്റിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്പോർട്സിൻ്റെ ഒരു കുട്ടിയുടെ അങ്ങനത്തെ ഒരു സ്പോർട്സിലുള്ള കുട്ടിയുടെ കഴിവ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്, ചാടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു സ്പോർട്സ് ഇവൻറ്റ് നടത്തിയിട്ടാണ് ആ കുട്ടീനെ അസസ് ചെയ്യുക. അതുപോലെയല്ല നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള ആ കുട്ടിയുടെ സ്കില്ല് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 100 മീറ്റേഴ്സ് നടത്തുന്ന പോലെയല്ല, അത് നടത്തിയിട്ടല്ല നമുക്ക് ആ കുട്ടിക്ക് മാത്സിൽ എന്തോരം എബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതിന് വേറെ മെത്തേഡാണ് ഉപയോഗിക്കാം. അപ്പോൾ ഓരോ മെത്തേഡുകളിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അസസ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഓരോ മെത്തേഡിലും എന്തൊക്കെ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യണം. അതേപോലെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ, അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രിൻസിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്യണം. അതേപോലെ ജഡ്ജിങ്ങും സ്കോറിങ്ങും, ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസിന് നമ്മളിപ്പോൾ ഓരോ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തു, ആ ഇൻഫർമേഷൻ വെച്ചിട്ട് ആ കുട്ടീനെ നമ്മൾ ജഡ്ജ് ചെയ്യണം. ഇപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ ടെസ്റ്റ് പേപ്പർ നടത്തി മാർക്ക് കിട്ടും, അസൈൻമെൻറ്റിൽ ഒരു മാർക്ക് ഉണ്ടാവും, നമ്മൾ സെമിനാറൊക്കെ നടത്തുമ്പോൾ ഒരു മാർക്ക് ഉണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ആ കുട്ടീനെ ജഡ്ജ് ചെയ്യണം അല്ലെങ്കിൽ സ്കോർ ചെയ്യണം. അപ്പോൾ ഈ ജഡ്ജിങ്ങും സ്കോറിങ്ങും ഒക്കെ നടത്തുമ്പോൾ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് നമ്മൾ ഉപയോഗിക്കണം, എന്തൊക്കെ പ്രിൻസിപ്പിൾ കൂടെ കടന്നു പോകണം. അതേപോലെ അടുത്തത് പറയുന്നതാണ് സമ്മറൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്സ്. നമ്മളിപ്പോൾ ഈ സ്കോർ ചെയ്തു, ജഡ്ജ് ചെയ്തു, അതൊക്കെ കഴിഞ്ഞാൽ ഈ റിസൾട്ടുകളെ നമ്മൾ എങ്ങനെയൊക്കെ സമ്മറൈസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യണം, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ്. അടുത്തത് റിപ്പോർട്ടിംഗ് ഓഫ് അസസ്മെൻറ്റ് ഫൈൻഡിങ്സ്, നമ്മുടെ ഈ കിട്ടിയ അസസ്മെൻറ്റ് ഫൈൻഡിങ്സിനെ എങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യണം, ആ റിപ്പോർട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രിൻസിപ്പിൾസ്. ഇങ്ങനെ 5 പ്രിൻസിപ്പിൾസ് ആണ്, 5 സബ് ഡിവിഷൻസിലാണ് നമ്മൾ അസസ്മെൻറ്റ് പ്രാക്ടീസസിൻ്റെ പ്രിൻസിപ്പിൾസിനെ പറയുന്നത്. അതിൽ ആദ്യത്തെ പറയുന്നത് മെത്തേഡ്സ് ആണ്. പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു സെലക്ഷൻ ഓഫ് മെത്തേഡ്സ് ഫോർ ഇൻ അസസ്മെൻറ്റ്. അതിൽ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻസ്ട്രക്ഷനുമായിട്ട് വെൽ എഗ്രീമെൻ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഓരോ പേപ്പർ പഠിപ്പിക്കുമ്പോൾ, ഇപ്പോൾ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്നുള്ള പേപ്പറിൻ്റെ അസസ്മെൻറ്റ് സ്ട്രാറ്റജി ആയിരിക്കില്ല ചിലപ്പോൾ സൈക്കോളജിക്ക് ഉണ്ടാവുക, അതായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ യോഗ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ അസസ്മെൻറ്റിന് ഉണ്ടാവും. അപ്പോൾ ഓരോന്നിനനുസരിച്ചിട്ട് ഓരോന്നും പഠിപ്പിക്കും. ഇപ്പോൾ മാത്സ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അസസ്മെൻറ്റ് സ്ട്രാറ്റജി അല്ല. മാത്സ് നമ്മളൊരു ഇക്വേഷനായിട്ട് പഠിപ്പിച്ചു, ആ ഇക്വേഷൻ കാണാണ്ട് പഠിച്ചിട്ട് എഴുതലല്ല, ആ കുട്ടിക്ക് ആ ഇക്വേഷൻ മനസ്സിലായോ എന്നുള്ളത് പ്രൂവ് ചെയ്യിക്കാം. ആ കുട്ടിക്ക് ആ ഇക്വേഷൻ കൊടുത്താൽ ആ ഇക്വേഷൻ വെച്ചിട്ട് എത്രത്തോളം പ്രോബ്ലം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ആ കണ്ടൻറ്റ്, ആ ഏരിയ മനസ്സിലായോ എന്ന് നമ്മൾ മനസ്സിലാക്കാം, പ്രോബ്ലം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോയെന്ന്. അതുമാതിരിയല്ല നമ്മൾ സോഷ്യൽ സയൻസിന് അസസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻസ്ട്രക്ഷനുമായിട്ട് വെൽ എഗ്രീമെൻറ്റിലുള്ള അല്ലെങ്കിൽ നല്ല റിലേറ്റഡ് ആയിട്ടുള്ള അസസ്മെൻറ്റ് മെത്തേഡ്സ് വേണം നമ്മൾ
ഉപയോഗിക്കാനായിട്ട്. അതേപോലെ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടിനും പ്രയർ എക്സ്പീരിയൻസസുകൾക്കും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സ് വേണം ഉപയോഗിക്കാൻ. ഇപ്പോൾ മാത്സ് ഒന്നും അറിയാത്ത ചെറിയൊരു കുട്ടിക്ക് പോയിട്ട് ഒരു പ്രോബ്ലം ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം കട്ടിയുള്ളൊരു പ്രോബ്ലം ഇട്ട് കൊടുത്തിട്ട് ആ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റണില്ല, ആ കുട്ടിക്ക് മാത്സിലൊരു എബിലിറ്റി ഇല്ല എന്ന് പറയുന്നതല്ല. ആ കുട്ടിക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, എന്താണ് ആ കുട്ടിയുടെ സ്കില്ല് എന്നൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ മെത്തേഡും കൊടുക്കാൻ. പിന്നെ അതേപോലെ തന്നെ ഒരു കുട്ടീനെ ഒരു മെത്തേഡ് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ അസസ് ചെയ്യരുത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ അസസ് ചെയ്യണം. നമ്മളിപ്പോൾ ഓരോ പേപ്പർ ഇപ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ അസസ്മെൻറ്റിൻ്റെ പേപ്പറിന് തന്നെ നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതും, സെമിനാർ എഴുതും, ടെസ്റ്റ് പേപ്പറുകൾ ഉണ്ടാവും, സെമിനാർ പ്രസൻറ്റ് ചെയ്യും, അങ്ങനെ ഇപ്പോൾ ഓരോ ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തും. അങ്ങനെ ഓരോ മെത്തേഡ്സ് കൂടിയാണ് നിങ്ങളെ അസസ് ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ ഒരു ടെസ്റ്റ് പേപ്പർ മാത്രം നടത്തി അതിലൊരു മാർക്ക് മാത്രം വെച്ചിട്ടല്ല നിങ്ങളുടെ ഇൻ്റേണലൊന്നും ഇല്ല. ഓരോന്നും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതേപോലെ ടാസ്ക് ആൻഡ് അസൈൻമെൻറ്റുകൾ വേറെ കുറേ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മളൊരു ഒരൊറ്റ മെത്തേഡ് അല്ലാണ്ട് വേരിയസ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു കുട്ടീനെ അസസ് ചെയ്യുക. അതേപോലെ നമ്മൾ ഓരോ മെത്തേഡും ചൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നോക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ പൊതുവേ കണ്ടിട്ടുണ്ട് പോർഷൻ തീരാൻ്റെ ആകുമ്പോൾ ബാക്കിയുള്ള പോർഷൻസൊക്കെ ഡിവൈഡ് ചെയ്ത് സെമിനാർ കൊടുക്കുക, അങ്ങനെയുള്ള പ്രവണത പൊതുവേ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആലോചിച്ച് എന്തിനാണോ നമ്മളൊരിപ്പോൾ ഒരു സെമിനാർ കൊടുക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്, ഈ സമയത്ത് ഒരു സെമിനാർ കൊടുക്കണോ, ഈ ടോപ്പിക്ക് സെമിനാർ കൊടുത്താൽ അവർക്ക് പറ്റുമോ. നിങ്ങൾ ഫസ്റ്റ് ടൈം വന്നിട്ട് സെക്കൻഡ് സെമ്മിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലേണിംഗ് തിയറീസ് മൊത്തം ആദ്യം തന്നെ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സൈക്കോളജി എടുക്കുകയാണ്, ചിലപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു മാസം ലീവായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ലേണിംഗ് തിയറീസ് ഞാനില്ലെങ്കിലും സെമിനാർ എടുത്തോന്ന് പറഞ്ഞിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും നിങ്ങൾക്കത്. നിങ്ങൾ സെക്കൻഡ് സെമ്മിലേക്ക് എൻട്രി ചെയ്തിട്ടേ ഉള്ളൂ, ലേണിംഗ് തിയറീസിനെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഈ സെമിനാർ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു അസസ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിന് മനസ്സിലാക്കി എന്തിനാണ് ഇത് കൊടുക്കുന്നത്, ഇതുകൊണ്ട് കുട്ടികൾക്ക് എന്താ ഉപയോഗം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോന്ന് കൊടുക്കാൻ. ആസ് എ ടീച്ചർ നമ്മൾ ഒരു അസസ്മെൻറ്റ് മെത്തേഡ് ചൂസ് ചെയ്യാം. ഇനി അടുത്തത് പറയുന്നത് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു കളക്ഷൻ ഓഫ് അസസ്മെൻറ്റ് ഇൻഫർമേഷൻ. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ കുട്ടികളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വേണം. നമുക്ക് പൊതുവേ ടീച്ചർമാർക്ക് കുട്ടികളായിട്ട് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞാൽ, പുതിയൊരു ബാച്ച് വന്നതാണെങ്കിൽ തന്നെ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞാൽ ആ ബാച്ചിൻ്റെ ഏതാണ്ടൊരു ഓളം പിടിയിട്ടും അവരെങ്ങനത്തെയാണ് മൊത്തത്തിൽ ഒരു ജനറലി ആ പിള്ളേരെ എങ്ങനെയാണ്, സ്മാർട്ടാണോ, എങ്ങനെയാണ് ഭയങ്കര ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണോ, ഭയങ്കര ഇതായിട്ട് നല്ല പിള്ളേരാണോ എന്നൊക്കെ ഉള്ള ഒരു ആവറേജ് ആണോ എന്നൊക്കെ ഏതാണ്ടൊക്കെ പിടുത്തം കിട്ടും. നമ്മൾ നല്ല കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻട്രാക്ഷൻസ് നടത്തുമ്പോൾ. ഇപ്പോൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടൊക്കെ പിടുത്തം കിട്ടും. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഇൻട്രാക്ഷൻ വേണം കുട്ടികളായിട്ട്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് വേസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ. ഇപ്പോൾ ഒരു കുട്ടീനെ നമ്മൾ പൊതുവേ ഇപ്പോൾ ഈ BEdനൊക്കെ കുറച്ചെങ്കിലും ഈ അമ്മമാരായിട്ടുള്ള പിള്ളേരുണ്ടാവും. അപ്പോൾ ഇവർ ചിലപ്പോൾ അവരുടെ കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ടിട്ടാവും ക്ലാസ്സിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് പീരീഡൊക്കെ ആകുമ്പോൾ അവരുടെ പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടാവും, വീട്ടിൽ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ പൊതുവേ ഈ അമ്മമാർ ഇനീഷ്യലി ആദ്യത്തെ ഒരു സെമ്മിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും ഇവർ കുറച്ച് റെസ്റ്റ്ലെസ് ആവും. ഈ ലാസ്റ്റ് പീരീഡൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ 3:30-4 മണിയൊക്കെ ആകുമ്പോഴേക്കും വിട്ട് ചെല്ലുമ്പോൾ ആ നേരം ആകുമ്പോഴേക്കും കുഞ്ഞു പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവും, വീട്ടിൽ ഒറ്റയ്ക്കാവുമോ, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ, ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടാവും, ഉറങ്ങിയിട്ടുണ്ടാവുമോ, അകത്ത് കയറിയിട്ടുണ്ടാവുമോ, പുറത്ത് എവിടെയെങ്കിലും വാതിലൊക്കെ തുറന്നിട്ട്, അങ്ങനെ 100,000 ചിന്തകളുണ്ടാവും. അപ്പോൾ ഈ ലാസ്റ്റ് പീരീഡ് പൊതുവേ അവർ കുറച്ച് ആബ്സെൻറ്റ് മൈൻഡഡ് ആവും ക്ലാസ്സിൽ, അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ആയിരിക്കും. അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റിക്കോളണമെന്നില്ല തുടക്കത്തിലെങ്കിലും. നമ്മൾ അത് വിചാരിച്ചിട്ട് ആ പീരീഡ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതെന്ന് വിചാരിക്കുന്നത്. നിങ്ങളെ ഞാൻ അത്തരത്തിലുള്ള പിള്ളേരെ ഞാൻ വിചാരിക്കുകയാണ് ക്ലാസ്സിൽ ഇവർ തീരെ ശ്രദ്ധിക്കില്ല, ഉറപ്പാണ്, അങ്ങനെ അസസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മോശം സ്ട്രാറ്റജി ആയിരിക്കും. നമ്മൾ അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ ക്ലിയർ ആൻഡ് കംപ്ലീറ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിറക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം കുട്ടികൾക്ക്. ഇന്ന കാര്യത്തിനൊക്കെയാണ് നിങ്ങളിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഈ അസൈൻമെൻറ്റും സെമിനാറും ടെസ്റ്റ് പേപ്പറും ഒക്കെ നടത്തുന്നത്, ഞാനൊരു ടെസ്റ്റ് പേപ്പർ നടത്തുകയാണ്, ഈ ടെസ്റ്റ് പേപ്പറിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഇൻറ്റേർണൽ ഇടുന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ തരണം. ചിലപ്പോൾ നിങ്ങൾ സാരമില്ല, നമ്മുടെ ടീച്ചറല്ലേ, വെറുതെ രസത്തിന് പരീക്ഷ എടുക്കല്ലേ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഒരു രസത്തിലാണ്ട് എഴുതി വിടും, ഒന്നും നോക്കാണ്ടൊക്കെ. പക്ഷെ എന്നിട്ട് ഇൻറ്റേർണൽ മാർക്ക് വരുമ്പോൾ ഇത്രയും കുറഞ്ഞു എന്നാവുമ്പോൾ ചിലപ്പോൾ വിഷയം വരും. അപ്പോൾ നിങ്ങൾക്ക് എന്തിനൊക്കെയാണ് നിങ്ങൾ മാർക്ക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അസസ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് തരണം. അതൊക്കെയാണ് ഈ കളക്ഷൻ ഓഫ് ഇൻഫർമേഷനിൽ വരുന്നത്. ആക്യുറേറ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആയിരിക്കണം. അതേപോലെ നമ്മൾ
പല തോണിയിൽ ഒരേ സമയത്ത് കാലിടരുത് പറയും. അപ്പോൾ അതേപോലെ ഒരാളെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അറ്റ് എ ടൈം നമ്മൾ അസസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു കുട്ടിയുടെ പങ്ക്ച്വാലിറ്റി, അതേപോലെ ഹാർഡ് വർക്കിംഗ് ആണോ, അതേപോലെ നീറ്റായിട്ടാണോ എല്ലാം ചെയ്യുക, എല്ലാ കാര്യങ്ങളും കൂടെ ഒപ്പം അസസ് ചെയ്യാൻ, അതേപോലെ നന്നായിട്ട് പഠിക്കുമോ, എല്ലാം കൂടെ ഒപ്പം നമ്മൾ അസസ് ചെയ്യാനായിട്ടും ശ്രമിക്കേണ്ട. ഒരു വൺ അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ ക്ലിയർ ആയിട്ട്, പക്ഷെ ആ അസസ് ചെയ്യുന്ന കാര്യം ക്ലിയർ ആയിട്ട് അസസ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. അതേപോലെ നമുക്ക് പറ്റാവുന്ന സോഴ്സസിൽ നിന്നൊക്കെ പറ്റാവുന്ന രീതിയിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, പല രീതിയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അതേപോലെ ബൾക്കായിട്ട് എല്ലാ കാര്യങ്ങളും ഒപ്പം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാണ്ട് കുറേശ്ശെയൊക്കെ ആയിട്ട് അപ്പം തന്നെ ഒരു ആക്യുറസി ഒക്കെ വരും. നമ്മൾ കുറേശ്ശെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് ഒക്കെ കുട്ടികളെ അസസ് ചെയ്യാം. അടുത്തത് പറയുന്നത് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു ജഡ്ജിങ് ആൻഡ് സ്കോറിംഗ് ഓഫ് സ്റ്റുഡൻറ് പെർഫോമൻസ്. നമ്മളിപ്പോൾ ഓരോ മെത്തേഡ് അപ്ലൈ ചെയ്തതിനനുസരിച്ചിട്ട് നമ്മൾ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തു, അതിനനുസരിച്ച് കുട്ടികളെ സ്കോർ ചെയ്യും, അതേപോലെ ജഡ്ജ് ചെയ്യണം. ഇത് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്കോർ ചെയ്യാനും ജഡ്ജ് ചെയ്യാനൊക്കെ. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അസസ്മെൻറ്റ് മെത്തേഡ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ, ഇപ്പോൾ ഒരു അസൈൻമെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന അസസ്മെൻറ്റ് മെത്തേഡ് അസൈൻമെൻ്റ് ആണെങ്കിൽ ഈ അസൈൻമെൻറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ഇടും. അസൈൻമെൻറ്റിന് എങ്ങനെയൊക്കെയാണ് മാർക്ക് ഇടുക, അതിൻ്റെ ഒരു സ്കോറിംഗ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞു കൊടുക്കണം. അതല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പേജും ലാസ്റ്റ് പേജും ഒക്കെ നല്ലപോലെ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് അസൈൻമെൻറ്റിൽ തന്നെ ചിലപ്പോൾ പിക്ചേഴ്സ് ഉപയോഗിക്കുക, ഫോട്ടോ വയ്ക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും അത്ര അത്യാവശ്യം ഉണ്ടാവില്ല. ഈ ഫ്രണ്ട് പേജിൽ അസൈൻമെൻറ്റ് എന്ന് എഴുതി നിങ്ങളുടെ പേരൊക്കെ എഴുതുന്നതിൽ അത്രയും വലിയ ചിത്രപ്പണികളുടെ ഒരു ആവശ്യമില്ല. അത് ആവശ്യമില്ല വെച്ചാൽ നിങ്ങൾക്ക് ആ സ്കില്ലുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു എക്സിബിറ്റ് ചെയ്യാം, വേണ്ടാന്നല്ല. പക്ഷെ അതല്ല നമ്മളവിടെ ഇവാലുവേറ്റ് ചെയ്യണം. ആ അസൈൻമെൻറ്റിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്താണ്. നിങ്ങളുടെ അസൈൻമെൻറ്റിൽ ചിത്രപ്പണികളൊക്കെ നല്ലതുണ്ട്, പക്ഷെ കണ്ടന്റ് ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല, മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ പറയണം, എൻ്റെ അസൈൻമെൻറ്റ് കൊണ്ട് ഞാൻ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഇന്ന പോയിന്റ്സ് ഒക്കെ അതിൽ വേണം, ഇന്ന രീതിക്കൊക്കെ വേണം എഴുതാൻ. ചില ടീച്ചേഴ്സൊക്കെ പറയും അസൈൻമെൻറ്റ് നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ കുഴപ്പമില്ല, ഞാൻ മാർക്ക് തരും, പക്ഷെ കാര്യമുള്ള പോയിന്റ്സ് ആയിരിക്കണം. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വരി എഴുതിയിടരുത്, കാര്യമുള്ള പോയിന്റ്സ് ആയിരിക്കണം. അപ്പോൾ ചില ടീച്ചേഴ്സിന് എന്തായിരിക്കും ഇലാബറേറ്റ് ചെയ്തിട്ട് കുറേ പേജ് എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണോ അത് ക്ലിയർ കട്ടായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ സ്റ്റുഡൻസിൻ്റെ അവർക്ക് കമൻസ് കൊടുക്കണം. നമ്മൾ ഈ സ്കോർ ചെയ്ത് ഇതൊക്കെ വെച്ചിട്ട് കമൻസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ റെസ്പോൺസസ് മെയ്ഡ് ബൈ ദ സ്റ്റുഡൻസ് ആൻഡ് പ്രസൻറ്റഡ് ഇൻ ആൻ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് യൂസബിൾ ഫോം. നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ പേപ്പർ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യലോ, നമ്മളിപ്പോൾ പൊതുവെ പേപ്പർ കൊടുക്കുമ്പോൾ ഈ ലാസ്റ്റ് പീരീഡൊക്കെ ആണെങ്കിൽ പേപ്പർ നമ്മൾ ക്ലാസ് എടുത്തിട്ട് ക്ലാസ് തീരാൻ ഒക്കെ ആയിട്ട് കുറച്ച് ലാഗ് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ, പോർഷൻസ് ഇനിയും പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, പേപ്പർ നോക്കിയിട്ട് എന്നാൽ ഒരാൾ കൊടുത്തോന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ടൈമിൽ അതുവരെ ക്ലാസ് എടുത്തിട്ട് പോരാൻ നേരത്ത് പേപ്പർ കൊടുത്തു പോരും. അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് കിട്ടിയ മാർക്ക് ഇപ്പോൾ പിന്നെ എന്താണ്, നമുക്ക് വാട്സപ്പിൽ അവരുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മൊത്തത്തിൽ പൊതുവെ കാണുന്നൊരു ട്രെൻഡ്, ഇങ്ങനെയാണ് ആൻസർ ഷീറ്റിൻ്റെ ട്രെൻഡ്, ഇങ്ങനെയാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് ഇത്രയും പോയിന്റ്സ് എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ട്. അത് ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വലായിട്ട് അവരുടെ സ്കോറിനെ പറ്റിയിട്ടൊന്ന് എന്താണ് അവർ തന്ന റെസ്പോൺസ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതേപോലെ അവർക്ക് അപ്പീൽ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അപ്പീൽ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ചില ടീച്ചേഴ്സ് പറയുന്നത് ഞാൻ ഇട്ട മാർക്കാണ്, ഇതിൽ ഇനി ആരും സംശയം ചോദിച്ചു വരണ്ട, ചിലപ്പോൾ കൂട്ടിയതിൽ പ്രശ്നം ഉണ്ടാവും. ഇവിടെ അങ്ങനെ 2, 3, 4, 5 വെച്ചിട്ട് അങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കുട്ടിക്ക് മൊത്തം 50-ൽ 40 മാർക്ക് ഉണ്ടാവും. ടീച്ചർ കൂട്ടി എഴുതിയപ്പോൾ 35 വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ ടീച്ചർ ഭയങ്കര ഭീകരിയായിട്ട് നിന്നിട്ട് പറയും ഞാൻ മാർക്കൊന്നും മാറ്റി തരില്ല, ഞാൻ ഇട്ട മാർക്കാണ്, ഇനി അതിൽ ഒരു രണ്ടാമതൊരു ചിന്തയ്ക്കുള്ള ഒരു അവസരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ പോകും. ടീച്ചർ ചിലപ്പോൾ ടെററായിരിക്കും. അപ്പോൾ ഈ കുട്ടികൾക്ക് പേടിയാവും. കൂട്ടിയിട്ട് എത്ര കൂട്ടിയിട്ട് 1-2 പിള്ളേർ അപ്പുറത്തുള്ളവരൊക്കെ കൊണ്ട് കൂട്ടിയാലും ഈ 35-ൽ 40 ആവും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അവർക്കാണെങ്കിൽ ഇത് ചോദിക്കാനും പേടി. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ചിലവർക്ക് സംശയം ഉണ്ടാവും, മെസ്സേജ് ഞാൻ ഈ പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്തൊക്കെ മാർക്ക് തരാത്ത, 10 മാർക്കിന് ചിലപ്പോൾ 4, 2 അങ്ങനെ എന്തെങ്കിലുമൊക്കെയും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അപ്പീലിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. നമ്മളെപ്പോഴും അപ്രോച്ച് ചെയ്യാനുള്ളൊരു ഒരു ഇത് അവർക്ക് കൊടുത്തിട്ടുണ്ടാവണം. അവർക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യാനുള്ളൊരു
മടി ഉണ്ടാവരുത്. അവർ നമ്മൾ വന്ന് ചോദിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അപ്പീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാം യൂത്ത് ഫെസ്റ്റിവലും ഇതിനൊക്കെ അപ്പീൽ കൊടുക്കും. ഓരോ പോയിന്റ്സ് ഉണ്ടാവും, ഇന്ന പോയിന്റ്സിനൊക്കെയാണ് ഗ്രേഡ് ഇടുക, മാർക്ക് ഇടുക, അതിനനുസരിച്ചിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ അപ്പീൽ ചെയ്യുക. അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അസസ്മെൻറ്റ് സ്ട്രാറ്റജിയുടെ കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു കൊടുക്കണം. ഇന്ന സ്ട്രാറ്റജികളിൽ ഇന്ന ക്രൈറ്റീരിയകളിലാണ് സ്കോർ ചെയ്ത് പോകണം. ഇപ്പോൾ നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ കാണാമല്ലോ, സ്റ്റെപ്പ് ഉണ്ടാവണം, ആദ്യം ഇക്വേഷൻ ഉണ്ടാവണം, പിന്നെ അതിൻ്റെ സ്റ്റെപ്പ് ഉണ്ടാവണം, ഫൈനൽ ആൻസറിന് എത്ര മാർക്ക്, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കുട്ടി വന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കാണ്ട് വന്ന് ചോദിക്കും, ഫൈനൽ ആൻസർ ഉണ്ടാവില്ല, കറക്റ്റ് ആവില്ല. അതിനാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു മാർക്ക് കുറച്ചിട്ടുണ്ടാവുക. എന്നിട്ട് എന്തേ ടീച്ചർ ഇത് ഇതിൻ്റെ ഇത്രയും ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കി. ചിലരുടെ ഫൈനൽ ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ, സ്റ്റെപ്പ് മൊത്തം തെറ്റാവും, ചിലപ്പോൾ ഇക്വേഷനും തെറ്റാവും. അതിനാവും നമ്മൾ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കും പറയാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്രൈറ്റീരിയകൾ ഉണ്ടാവണം, ഇന്നതിന് ഇത്ര മാർക്ക് എന്നുള്ളത്. അതൊക്കെ ക്ലിയർ കട്ടായിട്ട് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോറിംഗ് ഒക്കെ കുറച്ചും കൂടെ എല്ലാവർക്കും ബോധ്യപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റും. അടുത്തത് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു സമ്മറൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്സ് ആണ്. ഈ നമ്മുടെ റിസൾട്ട്സിൻ്റെ സമ്മറൈസേഷനും ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അടുത്ത പ്രിൻസിപ്പിൾ പറയുന്നത്. നമ്മളിപ്പോൾ ഈ കിട്ടിയ റിസൾട്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആക്യുറേറ്റ് ആയിട്ട് അറ്റ് ദ ടൈം നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നിനക്ക് 50-ൽ 40 മാർക്കാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് 40 മാർക്ക് കിട്ടിയത്, ഇവിടെയൊക്കെ പ്രശ്നം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ 10 മാർക്ക് പോയത്, ഇവിടെയൊക്കെ എക്സലൻ്റ് ആയിട്ടുണ്ട്, അങ്ങനെ ചെയ്യാം. ഇനി ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ശരിയാക്കാം. അല്ലെങ്കിൽ ഇതേപോലെ 20 മാർക്ക് കിട്ടിയ ആൾക്കും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതിൽ പേഴ്സണൽ ബയസുകളൊന്നും പാടില്ല. നമ്മൾ മാർക്ക് ഇട്ട് കൊടുക്കുമ്പോഴൊന്നും പേഴ്സണൽ ബയസുകളൊന്നും പാടില്ല. അതേപോലെ നമ്മുടെ ലേണിംഗ് എക്സ്പീരിയൻസിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ റിസൾട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഒരു മാസം മൊത്തം ഈ കുട്ടി കൈ ഒടിഞ്ഞിട്ടോ കാലൊടിഞ്ഞിട്ടോ ഒന്നും വന്നിട്ടുണ്ടാവില്ല. ആ മാസത്തിലാവും നമ്മൾ ഈ ക്ലാസ് ടെസ്റ്റ് എടുത്ത യൂണിറ്റ് എടുത്തിട്ടുണ്ടാവും. ആ കുട്ടിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, ചിലപ്പം സയൻസോ അല്ലെങ്കിൽ മാത്സോ പോലെ ട്യൂഷനൊന്നും പോകാത്തൊരു കുട്ടിയൊക്കെയും. അപ്പോൾ നമ്മൾ അതുവരെ ആ കുട്ടി ഭയങ്കര എക്സലൻ്റ് ആയിട്ടായിരിക്കും എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ടാവുക, പരീക്ഷയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം ആ കുട്ടിയുടെ റിസൾട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. ഇത്രയും കാലം ആ കുട്ടി ആബ്സെൻ്റ് ആയിരുന്നു, അതുകൊണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിട്ടേൺ പോളിസീനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസസ്മെൻറ്റിനൊക്കെ നമ്മളിപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ബ്ലൂ പ്രിൻ്റ് പോലെയൊക്കെ ഉണ്ടാക്കുമല്ലോ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിലൊക്കെ പറയില്ലേ, നമ്മൾ ഓരോ ക്വസ്റ്റിനും ഓരോ ഏരിയയ്ക്കും ഇത്ര മാർക്കാണ്, 2 മാർക്കിന് 2 പോയിൻറ്റ്സ് ഉണ്ടാവണം, 2 പോയിൻറ്റ്സിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എസ്സേക്ക് തന്നെ ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് മാർക്ക് കൊടുക്കുക. അപ്പോൾ റിട്ടേൺ പോളിസിക്ക് അനുസരിച്ചിട്ടാണ് എപ്പോഴും നമ്മളൊരു റിട്ടേൺ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു നിയമാവലിക്ക് അനുസരിച്ചിട്ടാണ് പോകണമെങ്കിൽ പിന്നെ ആര് വന്ന് ചോദിക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാം, വിശദീകരിക്കുമ്പോൾ കുറച്ചും കൂടെ സെൻസിബിൾ ആകും, അത് നമുക്കും ക്ലിയർ ആവും, വന്ന് ചോദിക്കുന്ന ആൾക്കും അത് നല്ല ക്ലാരിറ്റിയിൽ തന്നെ അവർക്ക് ആ ഡൗട്ട് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ റിട്ടേൺ പോളിസിക്ക് അനുസരിച്ചിട്ട് വേണം ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ നടത്താനായിട്ട്. പിന്നെ അതേപോലെ നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിസൾട്ട്സിനെ സെപ്പറേറ്റ് ആയിട്ട് ഗ്രേഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വേണം സമ്മറി കൊടുക്കാൻ. ഇപ്പോൾ ഓരോന്നിനനുസരിച്ചിട്ട് നമ്മൾ സമ്മറി കൊടുക്കണം. അതേപോലെ ഈ നമ്മളിപ്പോൾ അസസ്മെൻറ്റ് നടത്തുന്നതിലുണ്ടായിട്ടുള്ള ലിമിറ്റേഷൻസും പ്രോബ്ലംസ് എൻകൗണ്ടർ ചെയ്തതും അതേപോലെ മെത്തേഡ്സ് യൂസ് ചെയ്തതും എങ്ങനെയാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തത്, ഇതിനൊക്കെ അനുസരിച്ചിട്ട് വേണം ജഡ്ജിങ്ങും സ്കോറിങ്ങും ഒക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു, ഇതിനൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ നടത്താനായിട്ട്. ഒരു സെമിനാർ എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മാർക്കും അതേപോലെ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തിയിട്ട് നമ്മൾ അതിൽ നിന്ന് മാർക്ക് എടുത്ത് അതിൽ നിന്ന് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നതും 2 വ്യത്യാസമായിരിക്കും. അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ്, ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ റിസൾട്ട്സിനൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വേണ്ടത്. അടുത്തത് പറയുന്നത് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു റിപ്പോർട്ടിംഗ് ഓഫ് അസസ്മെൻറ്റ് ഫൈൻഡിങ്സ്. നമ്മുടെ ഈ കിട്ടിയ ഫൈൻഡിങ്സിനൊക്കെ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ആദ്യം പറയുന്നത് റിപ്പോർട്ട്സ് എന്ത് ചെയ്യണം, ഷുഡ് കണ്ടെയ്ൻ എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. നമ്മുടെ ഇൻസ്ട്രക്ഷൻ്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് ആയിരിക്കണം നമ്മുടെ റിപ്പോർട്ട്. അതേപോലെ ഒരു റിട്ടേൺ പോളിസീനെ വെച്ചിട്ടൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും ഒരു മാർക്ക് ഉണ്ടായിരിക്കും, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളിപ്പോൾ
പൊതുവേ പറഞ്ഞാൽ ഇപ്പോൾ 80-ൽ 35 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാസ്, അങ്ങനെയൊക്കെ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഉണ്ടാവുമല്ലോ. അതേപോലെ ചിലപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് 50-ൽ ചിലപ്പോൾ 30 അല്ലെങ്കിൽ ഒരു 40 മാർക്ക് കിട്ടിയാലാണ് അവർ നല്ല എക്സലൻ്റ് ആയിട്ട് കരുതുള്ളൂ. മറ്റവരെ കൊണ്ടൊക്കെ റീടെസ്റ്റ് ചെയ്യിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ അടുത്തതായിട്ട് എക്സലൻ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ചില സ്കൂളുകളിലൊക്കെ പൊതുവെ കിട്ടിയിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ മുന്നേക്ക് കിട്ടിയിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ അത്ര മാർക്കില്ലാത്ത അല്ലെങ്കിൽ 10-ലെത്തിയാൽ തോൽക്കുന്നുള്ളവർ 9-ൽ തന്നെ എത്തും. അത് ആ സ്കൂളിൻ്റെയൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മളൊരു എന്ത് ചെയ്യും, അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും കുട്ടികൾ ചേരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള മാർക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം 9-ൽ 8-ലെയും 9-ലും ഒക്കെ ഫസ്റ്റ് ടേം എക്സാമും സെക്കൻഡ് ടേം എക്സാമും ഒക്കെ കഴിയുമ്പോൾ ആദ്യമേ അവരിങ്ങനെ അവരുടെ ഒരു പോളിസി ആയിരിക്കും, ഇത് റിട്ടേൺ പോളിസി ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതേപോലെ സ്കോളർഷിപ്പ് കൊടുക്കുകയൊക്കെ ആയാലും ഇത്ര മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇത്ര മാർക്കുള്ള കുട്ടികൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഓരോന്നിനും ഓരോ റിട്ടേൺ പോളിസി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടിംഗ്, അസസ്മെൻറ്റ് ഫൈൻഡിങ്സിൻ്റെ റിപ്പോർട്ടിംഗ് ഇത്തരം റിട്ടേൺ പോളിസിക്ക് അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ 50-ൽ 35 മാർക്ക് കൂടുതൽ കിട്ടിയാലേ കുട്ടി പാസ്സാവുള്ളൂ വെച്ചാൽ ഞാൻ അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, റിപ്പോർട്ട് ചെയ്യേണ്ടത്. കുട്ടി പാസ്സായോ ഇല്ലയോ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ നോക്കണം. പിന്നെ അതേപോലെ ഇവിടെയും ഒരു അപ്പീലിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുക്കണം. അതേപോലെ ഈ റിപ്പോർട്ടിംഗ് സിസ്റ്റം ടീച്ചേഴ്സും പാരൻസും സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം, ഒരു ഡിസ്കഷൻസിന്. നമ്മളിപ്പോൾ പ്രോഗ്രസ് കാർഡൊക്കെ കിട്ടി റിപ്പോർട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പാരൻസ് മീറ്റിംഗ്, ടീച്ചേഴ്സ് പാരൻസ് മീറ്റിംഗ് ഉണ്ടാവുമല്ലോ. അതിൽ അവസാനത്തെ സെഷനൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളും ടീച്ചേഴ്സും പാരൻസും തമ്മിലുള്ള ഇനീഷ്യൽ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഇരുന്നിട്ട് ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടാവും. മാർക്കും ഓരോ ടീച്ചറും കുട്ടി ഇരുന്നിട്ട്, ഓരോ സബ്ജക്റ്റിൻ്റെ ടീച്ചറും കുട്ടി പാരൻറ്റും കൂടി ഇരുന്നിട്ട് ഇന്ന കാര്യങ്ങൾ വിശദമായിട്ടാണ് ഇപ്പോഴത്തൊക്കെ പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെ, സ്റ്റുഡൻറ്റ് മീറ്റിംഗ് ഒക്കെ വരുന്നത്. പാരൻസ് നമ്മുടെ പ്രോഗ്രസ് കാർഡിൻ്റെ ഒപ്പിടലൊക്കെ വരുന്നത് വളരെ വിശദമായിട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ടീച്ചറുടെ അടുത്ത് ആദ്യം പോകും, എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയും, ടീച്ചർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും, അതിനനുസരിച്ച് പാരൻസ് പറയും, കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും, പിന്നെ മാത്സിൻ്റെ ടീച്ചർ, അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഡിസ്കഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ കൊടുക്കണം ഈ റിപ്പോർട്ടിംഗ് സിസ്റ്റം, അതും കൂടെ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 5 എണ്ണമാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത്. ഇനി ഇതിനെയൊക്കെ തന്നെ ഒന്ന് ചെറുതാക്കി മൊത്തത്തിൽ പറയുന്നതാണ് നമ്മുടെ ജനറൽ പ്രിൻസിപ്പിൾസ്, അസസ്മെൻറ്റിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അസസ്മെൻറ്റ് വിൽ ബി മോസ്റ്റ് എഫക്റ്റീവ് വെൻ ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ എന്നാണ് പറയുന്നത്. ബിഫോർ സെലക്ടിങ് ഓർ ഡെവലപ്പിംഗ് ദ അസസ്മെൻറ്റ് പ്രൊസീജിയർ, ദ ഇൻറ്റൻഡഡ് ലേണിംഗ് ഗോൾസ് ഷുഡ് ബി ക്ലിയർലി സ്പെസിഫൈഡ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ടു ബി അസസ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് അസസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യമേ മുന്നേ കൂട്ടിയിട്ടേ പറയണം. നമ്മളിപ്പോൾ ഒരു ക്വിസ് കോമ്പറ്റീഷനാണ് പോയിരിക്കുന്നതെന്ന് പറയാണ്ട് ആ കുട്ടിയുടെ അടുത്ത് ഉത്തരം എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു കുട്ടി എസ് എ കോമ്പറ്റീഷന് വേണ്ട പോലെ എഴുതി വയ്ക്കും. അതല്ലാണ്ട് നമ്മുടെ എന്ത് സ്കില്ലാണ് നമ്മൾ കുട്ടിയുടെ എന്ത് സ്കില്ലാണ് അസസ് ചെയ്യാൻ പോകണമെന്നുള്ളത് ആദ്യമേ കുട്ടി പറയണം. അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഷുഡ് ബി സെലക്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റിവിറ്റി, ആക്യുറസി ആൻഡ് കൺവീനിയൻസ്. നമ്മൾ പറഞ്ഞു അസസ്മെൻറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ മെത്തേഡ്സ് അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റിക്കും ആക്യുറസിക്കും കൺവീനിയൻസിനും അനുസരിച്ചിട്ട്. ഓരോ മെത്തേഡ്സ് നമ്മൾ ചിലപ്പോൾ ചില ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അസസ് ചെയ്യാൻ ചില മെത്തേഡ്സ് വേണമെങ്കിൽ ചിലപ്പോൾ അത് കൺവീനിയൻ്റ് ആയിരിക്കില്ല, ആ സമയത്ത് അത് നടത്താൻ കൺവീനിയൻ്റ് ആയിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ കൺവീനിയൻസും ഒബ്ജക്റ്റിവിറ്റിയും ആക്യുറസിക്കും അനുസരിച്ചിട്ടുള്ള അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് വേണം സെലക്ട് ചെയ്യാൻ. കോംപ്രിഹെൻസീവ് അസസ്മെൻറ്റ് റിക്വയർസ് ദ യൂസ് ഓഫ് വെറൈറ്റി ഓഫ് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ്. കോംപ്രിഹെൻസീവായിട്ട് സമഗ്രമായിട്ടൊരു കുട്ടീനെ അസസ് ചെയ്യണമെങ്കിൽ, ആ കുട്ടിയുടെ എല്ലാ ഏരിയാസും നമുക്ക് അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യണം. അവയർനെസ് ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് അസസ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ പ്രൊസീജിയർ ഈസ് നീഡഡ് ടു യൂസ് ദം പ്രോപ്പർലി. അതേപോലെ നമ്മുടെ അസസ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ അല്ലെങ്കിൽ ഓരോ അസസ്മെൻറ്റ് മെത്തേഡ്സിൻ്റെയും സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താ, അത് ആ ഓരോ മെത്തേഡ് ഉപയോഗിക്കുന്നത് കൊണ്ടും എന്തൊക്കെ കാര്യം നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അതിനെ പറ്റിയിട്ടും നമുക്കൊരു അവയർനെസ് ഉണ്ടാവണം. അസസ്മെൻറ്റ് പ്രൊസീജിയർ ഷുഡ് ബി ഫെയർ ടു എവരിവൺ. നമ്മൾ ബയസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അസസ്മെൻറ്റിൽ ബയസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ളൊരു കുട്ടി ക്ലാസ്സിലുണ്ട്, ആ കുട്ടി ഇനിയിപ്പോൾ എന്ത് ചെയ്താലും ഞാൻ നല്ല മാർക്ക് ഇട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഫെയർ അല്ല. എല്ലാ കുട്ടികളെയും ഒരേ രീതിയിൽ വേണം നമ്മൾ അസസ് ചെയ്യാൻ. ക്രൈറ്റീരിയ ഫോർ ജഡ്ജിങ് സക്സസ്ഫുൾ പെർഫോമൻസ് ഷുഡ് ബി ക്ലിയർലി സ്പെസിഫൈഡ്. നമ്മുടെ ജഡ്ജിങ്ങിൻ്റെ ഉള്ള ക്രൈറ്റീരിയകളൊക്കെ ക്ലിയർലി സ്പെസിഫൈഡ് ആയിരിക്കണം. അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഷുഡ് ബി വാലിഡ്, റിലയബിൾ ആൻഡ് കൺസിസ്റ്റൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു വാലിഡ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സൊക്കെ.
പിന്നെ അസസ്മെൻറ്റ് ഫോർ ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ഇൻവോൾവ്സ് ഫീഡ്ബാക്ക് ആൻഡ് റിഫ്ലക്ഷൻ. ഇംപ്രൂവ്ഡ് പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ, കുട്ടിക്ക് നല്ല പെർഫോമൻസ്, നല്ലൊരു ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വീണ്ടും ഫീഡ്ബാക്കും റിഫ്ലക്ഷനും ഒക്കെ നടത്തണം. ഈ അസസ്മെൻറ്റ് നടത്തിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പേപ്പർ കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് മാർക്ക് ഇന്നതിലാണ് പോയത്, അല്ലെങ്കിൽ ഇന്നതിൽ ഈ ക്വസ്റ്റിന് നല്ല മാർക്കുണ്ട്, ഈ ഏരിയ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫീഡ്ബാക്ക് കൊടുക്കണം, റിഫ്ലക്ഷൻസ് നടത്തണം. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പെർഫോമൻസ് കുട്ടികളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. Good assessment provides useful information to teachers and parents on സ്റ്റുഡൻറ്റ് അച്ചീവ്മെൻറ്റ്. നമ്മൾ അസസ്മെൻറ്റ് നടത്തുമ്പോൾ എന്ത് ചെയ്യും, കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും, ടീച്ചേഴ്സിനും കിട്ടും, കുട്ടികൾക്കും പാരൻസിനും ഒക്കെ ഇൻഫർമേഷൻ, യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ഇപ്പോൾ ഓരോരുത്തർക്കും ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും കുട്ടികൾ. ചിലപ്പോൾ ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞാൽ കുട്ടിക്കാണ്ട് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലാവുക ഞാൻ പഠിച്ചതൊന്നും ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ടീച്ചറുടെ പ്രശ്നം, ടീച്ചർക്ക് ഞാൻ പഠിപ്പിച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ ആ പാരൻറ്റിന് മനസ്സിലാവും വീട്ടിൽ നിന്ന് കുറച്ചും കൂടെ ഒക്കെ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് അസസ്മെൻറ്റ് നടത്തുമ്പോൾ എല്ലാവർക്കും ഗുണമാണ്, എല്ലാവർക്കും അതിനനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ദ ഇൻസ്ട്രക്ഷണൽ റെലവൻസ് ഓഫ് ദ അസസ്മെൻറ്റ് പ്രൊസീജിയർ ഷുഡ് ബി കൺസിഡേർഡ്. അസസ്മെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷണൽ റെലവൻസ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് നടത്താനായിട്ട്. നമ്മളൊരു അസസ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ക്ലാസ് നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള നമ്മുടെ കരിക്കുലത്തിന് അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് അസസ്മെൻറ്റ് മാത്രം എന്നുള്ള രീതിയിലായിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ റെലവൻസും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അസസ്മെൻറ്റ് നടത്താൻ. അസസ്മെൻറ്റ് ഈസ് എ മീൻസ് ടു എൻ എൻഡ്, നോട്ട് എൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ദാറ്റ് ഈസ് സം യൂസ്ഫുൾ പർപ്പസ് മേ ബി സെർവ്ഡ് ആൻഡ് യൂസർ മസ്റ്റ് ബി ക്ലിയർലി അവെയർ ഓഫ് ദാറ്റ്. അസസ്മെൻറ്റ് മീൻസ് ടു എൻ എൻഡാണ്. അസസ്മെൻറ്റ് ഒരു മാർഗ്ഗമാണ്, അല്ലാണ്ട് ഒരു അവസാനമല്ല, ഒരു ലക്ഷ്യമല്ല. നമ്മൾ കുട്ടികൾക്ക് ചില ലക്ഷ്യങ്ങൾ നേടാൻ, അവർക്ക് എക്സൽ ചെയ്യാൻ, സക്സസ്ഫുൾ ആവാൻ, ഈ സക്സസ്ഫുൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും സബ്ജക്റ്റീവാണ്, ഓരോരുത്തർക്ക് അനുസരിച്ചിട്ടാണ് അത് സക്സസ്ഫുൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നത്. അവർക്ക് അക്കാഡമിക് ആയാലും നോൺ അക്കാഡമിക് ആയിട്ടായാലും വേറെ എന്ത് കാര്യങ്ങളായാലും, സ്കൂൾ എന്ന് പറയുന്നത് കുട്ടികൾ വളരുന്നൊരിടമാണ്. അപ്പോൾ ആ കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് എവിടേക്കാണ് നമുക്കൊരു താങ്ങ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസസ്മെൻറ്റ് നടത്തുക. അപ്പോൾ അതെന്ത് ചെയ്യണം, ക്ലിയർലി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളെ അസസ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി കുട്ടികൾ അറിഞ്ഞിരിക്കണം. അവർ അസസ് ചെയ്യുന്നുണ്ട്, അവരെ നമ്മൾ ഇന്ന കാര്യങ്ങൾക്കൊക്കെ അസസ് ചെയ്യുന്നുണ്ട്, അവരുടെ അസസ്മെൻറ്റിൻ്റെ ആ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇത്രയാണ് നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് പ്രാക്ടീസസിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്ത് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.